തൃശൂർ വടക്കാഞ്ചേരിയിൽ വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. കുമ്പളങ്ങാട് റോഡിൽ 4 വീടുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. കനത്ത മഴയിൽ തൃശൂർ പാലപ്പള്ളി എച്ചിപ്പാറ പ്രദേശങ്ങളിൽ മലവെള്ളപ്പാച്ചിലുണ്ട്. എച്ചിപ്പാറ സ്കൂളിന് സമീപത്തെ തോട് കരകവിഞ്ഞു. സമീപത്തെ വീടുകളിലും പറമ്പുകളിലും വെള്ളം ഇരച്ചു കയറി. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, നിലവിൽ അവിടെ വീടുകൾക്ക് മുകളിൽ മരം വീണ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടങ്ങാനായിട്ടുണ്ടോ? ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടോ? രുചീഷ്, കാലാവസ്ഥക്കെടുതി അതിരൂക്ഷമായി തൃശൂർ ജില്ലയെ ബാധിച്ചിരിക്കുകയാണ് എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ പറയേണ്ടത്. വിവിധ സ്ഥലങ്ങളിലായി അതിശക്തമായ കാലവർഷക്കെടുതികളും കാലാവസ്ഥാ പ്രശ്നങ്ങളുമാണ് ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുള്ളത്. വടക്കാഞ്ചേരിയിൽ ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് 4 വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്നത്. 20 അടിയോളം ഉയരത്തിൽ നിന്നിരുന്ന പ്രദേശത്തെ ഒരു ഭാഗമാണ് ഈ വീടുകൾക്ക് മുകളിലേക്ക് പതിച്ചത്. പക്ഷേ ആർക്കും അപകടത്തിൽ പരിക്കുണ്ടായിട്ടില്ല. 3 വീടുകൾ ഈ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഭാഗികമായി കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. വീടുകൾക്ക് പിന്നാമ്പുറത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ഭിത്തി തകർന്ന് വീടിനുള്ളിലേക്ക് മണ്ണ് പതിക്കുകയും വീടിനുള്ളിൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അടിയന്തരമായി റവന്യൂ വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി ആളുകളെ ഇവിടെ നിന്നും മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. മുൻവർഷങ്ങളിലും സമാനമായ നിലയിൽ ഈ പ്രദേശത്ത് മണ്ണിടിഞ്ഞ് വീണിരുന്നു. അപ്പോൾ വടക്കാഞ്ചേരി നഗരസഭയുടെ അധീനതയിലുള്ള സ്ഥലമാണ് ഈ മണ്ണിടിഞ്ഞ പ്രദേശം. അതുകൊണ്ട് തന്നെ വടക്കാഞ്ചേരി നഗരസഭ ചുറ്റുമതിൽ നിർമ്മിച്ച് കോൺക്രീറ്റ് മതിൽ നിർമ്മിച്ച് വീടുകൾക്ക് സുരക്ഷിതത്വം നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നതാണ്. പക്ഷെ അത് പാലിക്കപ്പെട്ടില്ല എന്നും ജനങ്ങൾ ആരോപിക്കുന്നുണ്ട്. അവിടെയൊന്നും ആശ്വസിക്കാൻ കഴിയുന്ന കാര്യം ആർക്കും പരിക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ജില്ലയിലെ സാഹചര്യങ്ങൾ പൊതുവെ പരിഗണിക്കുമ്പോൾ അതിശക്തമായ മഴയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ PG ഡാം ഇന്ന് രാവിലെ 5 സെന്റിമീറ്റർ ഉയർത്തിയത് വൈകുന്നേരമായപ്പോഴേക്കും 20 സെന്റിമീറ്റർ ഉയർത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത്. വൃഷ്ടിപ്രദേശങ്ങളിലടക്കം അതിശക്തമായ മഴ പെയ്യുമ്പോൾ PG ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്താൻ ലെവിൻ, തൃശൂരിലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. പലയിടത്തും വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ.